അരുണ്, നമ്മുടെ ക്യാമറാമാനോട് രഥത്തിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണിക്കാൻ പറഞ്ഞാൽ, കാരണം നേരത്തെ സുബ്രഹ്മണ്യ അടികാജിയൊക്കെ പറഞ്ഞതുപോലെ അവിടേക്ക് എത്താൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഇപ്പോൾ ഇതൊക്കെ മാത്രമാണ്, മാധ്യമങ്ങൾ മാത്രമാണ് ഒരാശ്രയം. പ്രത്യേകിച്ച് എല്ലാ ചടങ്ങുകളും തത്സമയം എത്തിക്കുമെന്നൊരു ഉറപ്പ് നമ്മൾ പ്രേക്ഷകർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അലങ്കരിച്ച രഥത്തെ 2-3 വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് തോന്നുന്നു പഴയ രഥം, 500-600 വർഷം പഴക്കമുള്ള പഴയ രഥം മാറി പുതിയ രഥം ദേവിക്ക് സമർപ്പിക്കപ്പെടുന്നത്. ആ പുതിയ രഥത്തിലെ 3ാമത്തെ മറ്റോ എഴുന്നള്ളത്താണ് ഇന്ന് നടക്കുന്നതെന്നാണ് ഓർമ്മ ശരിയാണെങ്കിൽ, അത്തരത്തിലാണ്. അപ്പോൾ രഥവും അതിൻ്റെ വിശേഷങ്ങളും ഒന്ന് കാണിച്ചാൽ അത് പ്രേക്ഷകർക്ക് കാണാൻ ഒരുപാട് താല്പര്യമുണ്ടാവും. തീർച്ചയായും ആ രഥത്തിന് തൊട്ട് താഴെയാണ് നമ്മൾ നിൽക്കുന്ന. ആ രഥത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്തായാലും ഏറ്റവും വർണ്ണാഭമായി, ഏറ്റവും അലങ്കരിച്ചുകൊണ്ട് ഏറ്റവും ചാരുത നിറഞ്ഞ കൊത്തുപണികൾ നിറഞ്ഞ ഒന്നാണ് ഈ രഥം. ഈ രഥത്തിലാണ് അമ്മ ഏറി ഈ പ്രതിഷ്ഠം വെക്കുന്നത്. ഓലക മണ്ഡപം വരെയാണ് അമ്മ ഈ രഥത്തിലേറി പോകുന്നത്. എന്തായാലും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ഇന്നത്തെ ഈ രഥോത്സവം. ദൃശ്യങ്ങളിൽ കാണാൻ എത്ര മനോഹരമായി കൊത്തിയെടുത്ത ഒരു രഥമാണ് ഇത്. ഉപേക്ഷ സൂചിപ്പിക്കുന്ന കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പുതിയ രഥം അമ്മയ്ക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കപ്പെട്ടത്. ഇതിനുശേഷമുള്ള ഒരു ചടങ്ങ് കൂടിയാണിത്. എന്തായാലും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് എത്രയൊക്കെ വർണ്ണാഭമാക്കാൻ പറ്റുമോ അത്രയൊക്കെ വർണ്ണാഭമാക്കിക്കൊണ്ട് ആ ഒരു രീതിയിലേക്കുള്ള ഒരു തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ താഴെ ഈ മനോഹരമായ കൊത്തുപണികൾ ആണെങ്കിൽ മുകളിലേക്ക് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ഏറ്റവും മനോഹരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ആ ഒരു രീതിയിലേക്ക് അലങ്കരിച്ചുകൊണ്ട് വരുന്നു. എന്തായാലും ഒരുപാട് ഭക്തരെ സംബന്ധിച്ചോളം നേരത്തെ അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയതുപോലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ദിവ്യമായ, ഏറ്റവും ഭവ്യമായ ആ ഒരു സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്ക് കൂടി ഉണ്ട്. എല്ലാ വർഷവും വരുന്നവരുണ്ട്, ആദ്യമായി എത്തുന്നവരുണ്ട്. എന്തായാലും അവരുടെ പ്രതികരണം കൂടി നമുക്ക് നോക്കാം. എല്ലാ വർഷവും വരാറുണ്ട്? എല്ലാ വർഷവും വരാറുണ്ട്. എങ്ങനെയാണ് ഒരു അനുഭവം? എങ്ങനെയാണ് അത്? ഭയങ്കര ഒരു അനുഭവമാണ്. നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരാൻ തോന്നും. പെട്ടെന്ന് ഈ ദിവസം അവിടെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അനുഭവമാണ്. അമ്മയുടെ അടുത്ത് എല്ലാ ആഴ്ചയും വരാറുണ്ട്. ഞാൻ ഇവിടെ എല്ലാ ആഴ്ചയും വരാൻ തുടങ്ങാം. വെള്ളിയാഴ്ച വരാറുണ്ട്. കേരളത്തിൽ എങ്ങനെയാണ് എല്ലാ സമയത്തും വരാൻ സാധിക്കാറുണ്ട്. അമ്മ വിളിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് എത്താറുണ്ട്. ഞാൻ വരുന്നത് ഗുരുവായൂരിൽ. രഥോത്സവം കാണുക എന്നുള്ളത് ഏറ്റവും അല്പസമയങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ പോലെ ഏറ്റവും ശ്രേഷ്ഠമായ, ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ ഒരു കാര്യമായി തന്നെയല്ലേ കാണുന്നത്? അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഈ ഒരു അവസരത്തിൽ ഇവിടെ വന്ന് എത്താന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മഹത്തായ ഒരു കാര്യമല്ലേ. അതിൽ ദേവിനോട് ഭയങ്കര കടപ്പാടാണ് നമുക്ക്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടേക്ക് എത്തും. പക്ഷേ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഏറ്റവും പുണ്യമായിട്ടുള്ള ആ ഒരു സമയത്തേക്കുള്ള ഒരു കാത്തിരിപ്പിലാണ് ഈ ഭക്തജനങ്ങളെല്ലാം തന്നെ. എന്തായാലും ആ രഥം വലിയുടെ ആ മുഹൂർത്തത്തിലേക്ക് കടക്കുന്നു. ആ ഒരു മുഹൂർത്തത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്ത സഹസ്രങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് ഉള്ളത്. എന്തായാലും ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഇങ്ങനെ ഭക്തരുടെ ഒരു വലിയ തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുകയും ചെയ്യുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ അങ്കമാലി. എല്ലാ വർഷവും വരാറുണ്ട്? എല്ലാ വർഷവും വരാറുണ്ട്. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ എങ്ങനെയാണ് കാണുന്നത്? ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. ഇവിടെയൊക്കെ ഫുള്ള് ജനമായിരിക്കും, ജനസാഗരമായിരിക്കും. കടലിന്റെ ഈ കൊയിനൊക്കെ എറിയുമ്പോൾ വേവൊക്കെ പോകില്ല, അതേപോലെ ആയിരിക്കും. എവിടെ നിന്നാണ് വരുന്നത്? അങ്കമാലി. എങ്ങനെയാണ് ഈ ഒരു നിമിഷം? എങ്ങനെയാണ് ഇവിടെ ഏറ്റവും എത്തിപ്പെടാൻ പറ്റിയതിൽ ഏറ്റവും സന്തോഷം ഉണ്ട്. പിന്നെ ഈ മൊമെന്റ് എൻജോയ് ചെയ്യുക, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി. എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ, അമ്മയുടെ മുന്നിലേക്ക് എത്തുന്ന എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഏതായാലും ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഭവ്യമായ ആ ഒരു ചടങ്ങിനായി സാക്ഷി വഹിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. പ്രാർത്ഥനയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഉമേഷ്.